നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു PSC എക്സാമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ലീവായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇതിനിടയിൽ പോയി എക്സാമൊക്കെ എഴുതി തിരിച്ച് വരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഓഫീസിൻ്റെ മുന്നിലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഓഫീസ് തുറന്നിട്ടില്ല. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ ഓഫീസൊക്കെ തുറന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാണ്, ഉച്ചയ്ക്ക് പോകേണ്ടതാണല്ലോ. പിന്നെ ചേട്ടനും മോനും കൊണ്ടുവരാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എക്സാം നടക്കുന്ന സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. സ്കൂൾ കിട്ടിയിരിക്കുന്ന കണിമംഗലാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഇനി. അപ്പോൾ ഇത് ഈ സ്കൂളിലായിരുന്നു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും പോയിട്ടുള്ളതല്ല. അപ്പോൾ ജസ്റ്റ് ഒരു അറ്റൻഡ് ചെയ്തു എന്ന് മാത്രം, അങ്ങനെ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ഇതാണ് എക്സാം ഹോള്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞത് ഞാൻ തിരിച്ചു വരാണ്. അപ്പോൾ ചേട്ടനും മോനും പുറത്തുണ്ട്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പ്, 3:30 ആയി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ നെഹദി മന്തിയിലേക്ക് പോയി. അപ്പം കുഴിമന്തി കഴിക്കാൻ സാധാരണ ഞങ്ങൾ ഇവിടേക്ക് തന്നെയാണ് പോവാറ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ആദ്യം പേര് കൊടുക്കണം, എത്ര സീറ്റ് വേണമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അവർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടാണ്, പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സീറ്റ് കിട്ടുക. അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടന്നിട്ടുണ്ട്. നമ്മൾ ഓർഡറൊക്കെ കഴിയണം. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഡിം ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മയോനൈസും മറ്റ് സോസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ധനുമോനാണെങ്കിലേ ഞാൻ എക്സാമിന് പോയ നേരത്തെ അവൻ പുറത്ത് പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ധനുമോനെ വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ എന്നാലും അവൻ ഞങ്ങളെ കൂടെ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ പാട്ട് വെച്ച കാരണം അവൻ നല്ല വൈബിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ധനുമോനാണെങ്കിൽ അതിനിടയിൽ തന്നെ നല്ല രീതിയിൽ ട്രോളണുണ്ട്. അമ്മയുടെ ഒരു വീഡിയോ എന്നും പറഞ്ഞിട്ട് കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്കൊന്നും ഞാൻ വിചാരിക്കുന്നു. എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ ഞങ്ങൾ നൈറ്റൊക്കെയാണ് വരാറ് കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തി തേത്തിൻ്റെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന അൽഫാം മന്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വന്നു. അപ്പോൾ വന്ന വഴിക്ക് ചേട്ടനാണ് ഇത് വിളമ്പിയതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാനത് വീഡിയോ എടുത്തപ്പോൾ അത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് വിളമ്പണ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു. മന്തി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനെടുത്ത ഫുഡ്. നമ്മുടെ തനുമോൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ മന്തിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഏറ്റവും വലിയ പീസ് നോക്കിയിട്ട് ആദ്യം വേണം അവനങ്ങനെ ഏറ്റവും വലിയ പീസ് എടുക്കും. എന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയൊക്കെ ചേട്ടന് കൊടുക്കും. അങ്ങനെയാണ് അവൻ്റെ പൊതുവെ സ്വഭാവം കേട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷേ കാണുമ്പോൾ അവന് ഏറ്റവും വലിയ പീസ് തന്നെ വേണം. അങ്ങനെ ഞങ്ങളുടെ ഒരുവിധമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റുകൾ എല്ലാവരുടെയും കാലിയായിട്ടുണ്ട്. കുറച്ച് റൈസ് ബാക്കിയുണ്ട്, ബാക്കി ചിക്കനും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബില്ല് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തായിട്ട് എങ്ങനെ കെറ്റിലും അവിടെ ഗ്ലാസ്സുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെടുത്ത് കുടിക്കുന്ന കാണാം. അപ്പോൾ എൻ്റെ വിചാരം ഇത് ചായയാണ്, കട്ടൻ ചായയാണ്. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വിചാരം കട്ടൻ ചായ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് കറുകപ്പട്ടയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ PSC എക്സാമും ഫുഡ് അടിക്കലും കഴിഞ്ഞതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടയേർഡൊക്കെയാണ്. ഇനി വീട്ടിലത്തെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.